നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ CBFൻ്റെ പ്രോഗ്രാമിൽ കാർലോ അഞ്ചലോട്ടി പറഞ്ഞത് ബ്രസീൽ ടീം വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീം സെറ്റായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഡോറൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാമെന്നാണ്. അതായത് കുറേ ക്വസ്റ്റ്യനുകളൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ESPN ബ്രസീൽ എന്ന് കൃത്യമായി വിലയിരുത്തുന്ന കാര്യം, ബ്രസീൽ ടീമിലെ 26 താരങ്ങളിൽ 11 പേര് ഓൾറെഡി കൺഫേംഡ് ആണ്. അതുകൂടാതെ വേൾഡ് കപ്പ് സ്ക്വാഡിന് തൊട്ടരികിലെത്തിയ കുറച്ച് പേരുമുണ്ട്. ഇനി വളരെ കുറഞ്ഞ പൊസിഷനുകളിൽ മാത്രമേ ആഞ്ചലോട്ടിക്ക് ഒരു ഫൈനൽ തീരുമാനം എടുക്കാനുള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് ഓൾറെഡി സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന താരങ്ങൾ? ഒന്ന് ആലിസൺ ബെക്കർ, പിന്നെ മാർക്കിന്യോസ്, ഗബ്രിയൽ മെഗല്ലസ്, കാസമിറോ, ബ്രൂണോ ഗുയിമേറസ്, വിനി ജൂനിയർ, എസ്റ്റവായോ വില്യൻ, റാഫീഞ്ഞ, റോഡ്രിഗോ, മാറ്റിസ് കുഞ്ഞ, ഗബ്രിയൽ മാർട്ടിനെല്ലി. ഈ താരങ്ങൾ ഓൾറെഡി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പിച്ചവരാണെന്നാണ് നിരീക്ഷണം. ഇനി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ച് മാത്രമേ ഇവർ സ്ക്വാഡിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുള്ളൂ. അതായത് പരിക്ക് വല്ലാതെ വലക്കുക, വേൾഡ് കപ്പിന് എത്താൻ പറ്റാത്ത രൂപത്തിൽ പരിക്കുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഇവർ ബ്രസീൽ ടീമിൽ നിന്ന് വേൾഡ് കപ്പിന് പുറത്താവാൻ സാധ്യതയുള്ളൂ. ഇനി 1 സ്റ്റെപ്പ് ബിലോ, അതായത് ടീമിന് തൊട്ടരികിൽ എന്ന് പറയാവുന്ന ഒരു കൂട്ടം കളിക്കാരുണ്ട്. ഒന്ന് ബെൻഡോ, ഗോൾ കീപ്പർ ബെൻഡോ, അതുപോലെ ഹ്യൂഗോ സൗസ. ഗോൾ കീപ്പർമാരായിട്ടുള്ള ബെൻഡോയും ഹ്യൂഗോ സൗസയും, പിന്നെ ഡിഫൻഡർമാരായിട്ടുള്ള അലക്സാൻഡ്രോ റിബൈറോ, എദർ മിലിറ്റാവോയുടെ കാര്യത്തിൽ പരിക്ക് എങ്ങനെയുണ്ട് എന്നനുസരിച്ചായിരിക്കും തീരുമാനം വരിക. ലെഫ്റ്റ് ബാക്ക് അലക്സാൻഡ്രോ, മിഡ്ഫീൽഡർ ആൻഡ്രി സാൻഡോസ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ലൂക്കാസ് പക്വേറ്റ. ഈ താരങ്ങൾ ഓൾമോസ്റ്റ് ടീമിന് തൊട്ടരികിലാണ്. ബാക്കി പൊസിഷനുകളിലാണ് ഇനിയും ഒരു ഫൈനൽ തീരുമാനം കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് വരാനുള്ളത് എന്നാണ് ഇപ്പോൾ ESPN ബ്രസീലിൻ്റെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയറുടെ കാര്യവുമുണ്ട്. നെയ്മർ ബ്രസീൽ ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇതുവരെ അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായിട്ട് സാൻഡോസിനായിട്ട് കളി തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ സാൻഡോസിൻ്റെ മത്സരത്തിലും അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞായറാഴ്ചയിലെ മത്സരത്തോടു കൂടി അദ്ദേഹം ഒരു പക്ഷേ കളിക്കളത്തിലേക്ക് പൂർണ്ണമായിട്ടും മടങ്ങി എത്തിയേക്കും. അതിനുശേഷമുള്ള സാൻഡോസിൻ്റെ മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അദ്ദേഹം എങ്ങനെ പ്രകടനം നടത്തുന്നു എന്നതാണ് ഇനി ഒത്തു നോക്കേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ CBFൻ്റെ പ്രോഗ്രാമിലും ആഞ്ചലോട്ടി അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് മെയ് മാസം വരെ എന്ത് പെർഫോമൻസ് ആണ് നെയ്മർ നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ നെയ്മറുടെ പ്രകടനത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.